ഇപ്പോൾ ചൈനയാണ്. ചൈനയുടെ അതിർത്തിയോട് ചേർന്ന് അവിടെ ബദരീനാഥം കഴിഞ്ഞ് അളകനന്ദയുടെ ഉൽപ്പത്തി ആകുന്ന ഒരു സ്ഥാനം വസുധാരയോടടുത്ത് അവിടെ വ്യാസഗുഹയുണ്ട്. സാക്ഷാൽ ഭഗവാൻ വ്യാസൻ തപസ് ചെയ്തിരുന്ന ഗുഹയുണ്ട്. ഇതുണ്ടെന്ന് വെറുതെ കള്ളം പറയുന്നതല്ല, ഞാനും അങ്ങനെ വിചാരിച്ചിരുന്നു. പക്ഷേ ഈശ്വരാധീനം കൊണ്ട് 8 തവണ ഇവിടെ പോകാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. വ്യാസഗുഹയിൽ വ്യാസഭഗവാൻ ഇരുന്ന പുരാണങ്ങൾ എഴുതിയത്, ഭാരതം എഴുതിയത്, അദ്ദേഹം ബ്രഹ്മസൂത്രം എഴുതിയത് ഒക്കെ ഇവിടെ വെച്ചാണെന്നാണ് സങ്കല്പം. അവിടെയാണ് വിശ്വാസം. അതിൻ്റെ സാക്ഷ്യങ്ങളുമുണ്ട്. തൊട്ടടുത്ത് ഗണപതി ഗുഹയുണ്ട്, അപ്പുറത്ത് മുജുകുന്ദ ഗുഹയുണ്ട്. അവിടെ മുജുകുന്ദ ഗുഹയിലേക്ക് ലേശം കയറി ചെല്ലുമ്പോൾ പട്ടാളക്കാർ വിളിച്ചു പറയും, ബാബുജി നീചയാജിയെ താഴേക്ക് വരൂ, താഴേക്ക് വരൂ, അപ്പുറത്ത് ചൈനീസ് അതിർത്തിയാണെന്ന് പറയും. അത്ര ചൈനീസ് അതിർത്തിയോട് ചേർന്നാണ് അവിടെ. വ്യാസന് ഒരു മകനുണ്ട്, ശുഖബ്രഹ്മർഷി മകൻ. ആ കഥയൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് ഇവിടെ പറയുന്നതുകൊണ്ട് ഞാനത് വിസ്തരിക്കുന്നില്ല. ശുഖബ്രഹ്മർഷി ജനിച്ച പാടെ തന്നെ നമ്മളെപ്പോലെ ജനിച്ച പാടെ തന്നെ അദ്ദേഹത്തിന് സമ്പൂർണമായ വിവേകമുള്ള ആളാണ്. സമ്പൂർണമായ ജ്ഞാനം, അറിവ്, വിവേകമുള്ള ആളാണ്. മനസ്സ് തെറ്റിലേക്ക് പോയിട്ട് തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമില്ല. തെറ്റിലേക്ക് പോകില്ല, ചീത്ത വഴിക്ക് പോകില്ല, തമസിലേക്ക് പോകില്ല. മനസ്സിനെ അത്രത്തോളം നിയന്ത്രണത്തിലായ ഒരു ജീവനാണ് ശുഖബ്രഹ്മർഷിയായിട്ട് ഭൂമിയിൽ ജനിക്കുന്നത്. വ്യാസന്റെ മകനായിട്ട് പിറകു കൊള്ളുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ മകൻ ഇത്രമേൽ വിരക്തനായിട്ട് ജനിച്ചതുകൊണ്ട് ജനിച്ച പാടെ തന്നെ സാധാരണ മക്കളെ പോലെ അച്ഛാ എനിക്ക് മിഠായി വേണം, അച്ഛാ എനിക്ക് സിനിമ കാണണം, അച്ഛാ എനിക്ക് നല്ല ഡ്രസ്സ് വേണം എന്നൊക്കെ പറയാറില്ലേ? അങ്ങനെയൊക്കെ പറയില്ലേ പറയാറാകുമ്പോൾ? ശുഖബ്രഹ്മർഷി ആദ്യം ചെയ്തത് തന്നെ ഏതച്ഛനാണ്, ഏതമ്മയാണ്, ഏത് വീടാണ്, എത്ര തവണ ജനിച്ചു, അതിലൊന്നും ഇതൊന്നും അല്ല. ഇപ്പം ഇതിനെന്താ ഒരു വിശേഷം? ആ ജന്മത്തിലൊക്കെ അച്ഛന്മാരെ ഞാൻ ഓർക്കുന്നുണ്ടോ? ഇല്ല. ആ ജന്മത്തിലൊക്കെ അമ്മമാരെ ഞാൻ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇനി വരാൻ പോകുന്ന ജന്മത്തിൽ അച്ഛന്മാരെ ഞാൻ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഇനി വരാൻ പോകുന്ന ജന്മത്തിൽ അമ്മമാരെ ഞാൻ ഓർക്കുന്നുണ്ടോ? ഇല്ല. ഈ ഭൂമിയിലുള്ള പുഴുക്കൾ, പറവുകൾ, ശലഭങ്ങൾ, മൃഗങ്ങൾ, മറ്റു മനുഷ്യർ, മരങ്ങൾ, വെള്ളം, മേഘം, ഇതൊക്കെ എന്താ? ഇതൊക്കെ ഞാൻ തന്നെയല്ലേ? ഇതൊക്കെ ഞാൻ തന്നെയല്ലേ? ഈ കാണായ ജരാചരങ്ങളൊക്കെ ഞാൻ തന്നെയല്ലേ? പിന്നെ ഞാനെന്താണ് ഇപ്പം ഈ അച്ഛൻ്റെ പ്രാധാന്യം എന്താ? ഒന്നുമില്ല. എന്ന് വെച്ചാൽ അദ്ദേഹം എന്ത് ചെയ്തു? എണീറ്റ പാടെ എണീറ്റങ്ങോട്ട് നടന്നു. അദ്ദേഹം നേരെ അളകനന്ദയുടെ വഴിയിൽ കൂടി നേരെ ലക്ഷ്മീവനമുണ്ട്, അപ്പുറത്ത് വസുധാരയുണ്ട്, സ്വർഗാരോഹിണിയുണ്ട്. അദ്ദേഹം എന്നിട്ട് കൈവീശി അങ്ങോട്ട് നടന്ന് പ്രാഞ്ചി നടന്നിങ്ങോട്ട് പോയി. പക്ഷേ വ്യാസൻ കവിയാണ്. ഭഗവാനാണെങ്കിലും ഋഷിയാണെങ്കിലും ശുഗന്റെ അച്ഛനാണെങ്കിലും വ്യാസൻ കവിയാണ്. ഈ കവികൾക്ക് വികാരം ഉണ്ടാകുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അത് നിയന്ത്രിക്കും, പക്ഷെ കുറച്ച് ബുദ്ധിമുട്ടാണ് കവികൾക്ക്. അവർ വികാരം എടുത്ത് പെരുമാറുന്നവരാണ്. അതുകൊണ്ട് അദ്ദേഹം പുത്രസ്നേഹം കൊണ്ട് മനസ്സങ്ങോട്ട് നിറഞ്ഞ് ആർദ്രമായി, പുത്രസ്നേഹം കൊണ്ട് മനസ്സോട് നിറഞ്ഞ് കവിച്ചൊഴുകി നനഞ്ഞ് കുതിർന്ന് അദ്ദേഹം എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് സാക്ഷാൽ വ്യാസഭഗവാൻ, ഭാരതം മുഴുവൻ എഴുതിയ വ്യാസഭഗവാൻ, ബ്രഹ്മസൂത്രങ്ങൾ എഴുതിയ വ്യാസഭഗവാൻ, അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് പുത്രസ്നേഹം സഹിക്കുക വയ്യാതെ മകനേ മോനെ എന്ന് വിളിച്ചു. മകനേ എന്ന് വിളിച്ചു. എം പ്രപ്രജന്തം അനുവേദം അഭേദകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ പുത്രാ ഇതി. മകനേ മകനേ എന്ന് വിളിച്ചു. തന്മയ. അപ്പോൾ മകൻ തിരിഞ്ഞു നോക്കി പോലുമില്ല. എന്താ ഈ അച്ഛനെ ഇപ്പം ഞാൻ ഏതച്ഛനെയാണ് ഞാൻ തിരിഞ്ഞു നോക്കേണ്ടത്? എത്രയോ അച്ഛന്മാർ, എത്രയോ അമ്മമാർ, എത്രയോ ജന്മങ്ങൾ. ഈ കാണായതൊക്കെ എൻ്റെ സഹോദരന്മാരും സഹോദരികളുമല്ലേ? അതുകൊണ്ട് തിരിഞ്ഞു നോക്കിയില്ല. മകൻ വികാരമില്ലാതെ കണ്ട് നിർവികാരനായിട്ട് അവിടെ നടന്നുപോയി. അളകനന്ദയുടെ തീരം വഴി അദ്ദേഹം നേരെ രേണുകൂടത്തിലേക്ക് പോയി, അവിടുന്ന് ലക്ഷ്മീവനത്തിലേക്ക് പോയി, അവിടെ നിന്ന് സ്വർഗാരോഹിണി വഴി അദ്ദേഹം തോന്നിയിടത്തേക്ക് അങ്ങോട്ട് നടന്നുപോയി. പക്ഷേ അവിടെയുള്ള മരങ്ങൾ, ഇപ്പോഴും മരങ്ങൾ ധാരാളമുണ്ട്. പണ്ട് മരങ്ങൾ കുറവായിരുന്നു. ഞാൻ ആദ്യം പോകും മരങ്ങൾ കുറവായിരുന്നു. ഇപ്പോൾ ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സുന്ദർലാൽ ഭുവണ എന്നു പേരായ മഹാവിവേകിയായ ഒരു മഹാതപസ്വിയായ അദ്ദേഹം ഇപ്പോഴും ഉണ്ട്. അദ്ദേഹം അവിടെയൊക്കെ ചെന്ന് ജയപ്രകാശ് നാരായണൻ എന്നു പേരായ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാഗധേയം നിർണയിച്ച ഒരു മഹാഋഷിയായിരുന്നു അദ്ദേഹം. ആ ഋഷിവര്യന്മാരുടെ ശ്രമം കൊണ്ട് അവിടെയെല്ലാം ഇപ്പോൾ പച്ച മരങ്ങളും തലകളും ഒക്കെ ധാരാളം മരങ്ങളുണ്ട് അവിടെ. ആ മരങ്ങളുടെ ഇടയിൽ പണ്ട് മഹാവനമായിരുന്നു, ബദരി വനമായിരുന്നു. ആ ബദരി വനം വഴി അദ്ദേഹം അങ്ങനെ നടന്നു പോയപ്പോൾ ഈ മരങ്ങൾക്ക് ഇത് സഹിച്ചില്ല. ഈ മകനിങ്ങനെ എത്രയായാലും അച്ഛനല്ലേ, അച്ഛനെ
കണ്ട് ആരുമല്ലെന്നുള്ള മട്ടിൽ നടന്നു പോകുന്നത് സഹിക്കാതെ ഈ മരങ്ങൾ തിരിഞ്ഞു നിന്ന് കലവില 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 എന്നുള്ള ശബ്ദം കൂട്ടിക്കൊണ്ട് വ്യാസനോട് മരങ്ങൾ മറുപടി പറഞ്ഞു. തല ഊപിനേതു എന്തോന്ന് വിളി കേട്ടു, എന്തോന്ന് ഇങ്ങനെ വിളി കേട്ടു. അപ്പോൾ വ്യാസൻ മകനേ മകനേ എന്നിങ്ങനെ വിളിക്കുകയാണ്. ശിവപെരുമാറ്റിൽ നടന്നു പോവുകയാണ്. മരങ്ങൾ എന്തോന്നിങ്ങനെ മരങ്ങൾ വിളി കേട്ടു. അപ്പോൾ വ്യാസൻ നിങ്ങളല്ല വിളി കേൾക്കേണ്ടത് എന്ന് സംശയം തോന്നിയപ്പോൾ ആ മറുപടി ആ ശ്ലോകത്തിലുണ്ട്. തം സർവഭൂതഹൃദയം മുനി മാനതോസ്മി. ഭാഗവതം ആരുടെ അധരങ്ങളിൽ നിന്നാണോ ഈ ഭാഗവത കഥ അമൃതം ഒഴുകി വീണിട്ടുള്ളത്? സാക്ഷാത് ശിവബ്രഹ്മശ്രീ സർവഭൂതഹൃദയം മുനി മാനതോസ്മി. സർവഭൂതഹൃത്തായിട്ടുള്ള അദ്ദേഹത്തെ നമസ്കരിക്കുന്നു.